മനുഷ്യർ അതിപുരാതന കാലം മുതൽക്കേ ഓർക്കിഡ് പുഷ്പങ്ങളുടെ ആരാധകരായിരുന്നു. സ്നേഹം, സൗന്ദര്യം, സമൃദ്ധി എന്നിവയുടെ പ്രതീകമായിരുന്നു ഈ വാടാപുഷ്പങ്ങൾ. പതിനെട്ടാം നൂറ്റാണ്ടോടു കൂടിയാണ് ലോകമെമ്പാടും വന്യ ഓർക്കിഡുകളുടെ ശേഖരണം ആരംഭിക്കുന്നത്. ക്രമേണ ഓർക്കിഡ് വളർത്തൽ. അക്കാലത്ത് ഇവ വിലയേറിയ പുഷ്പങ്ങളായിരുന്നു. സമൂഹത്തിലെ സമ്പന്ന വർഗത്തിനു മാത്രമാണ് ഈ ശലഭപ്പൂക്കൾ സ്വായത്തമാക്കാൻ കഴിഞ്ഞിരുന്നത്. 1850കളിൽ പ്രഥമ സങ്കര ഓർക്കിഡായ കലാന്തേ ഡോമിനി വികസിപ്പിച്ചു. ഇതോടെ ഓർക്കിഡിന് വാണിജ്യമുഖം കൈവന്നു. 1,00,000-ഓളം സങ്കര ഓർക്കിഡുകളാണ് തുടർന്ന് വികസിപ്പിക്കപ്പെട്ടത്. ഓർക്കിഡിന്റെ പ്രജനന മാർഗങ്ങൾ ഉരുത്തിരിച്ചതോടെ വാണിജ്യ കൃഷിയും വ്യാപകമായി. ഭാരതത്തിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 1970കളിൽ തന്നെ ഓർക്കിഡ് കൃഷി ആരംഭിച്ചു. കേരളത്തിൽ 1980കളിലും. കേരളത്തിലെ അന്തരീക്ഷ ആർദ്രതയും ചൂടും ഓർക്കിഡ് കൃഷിക്കേറെ അനുയോജ്യമാണ്. വലിയ തോട്ടങ്ങളായി മാത്രമല്ല, വീടുകളിലെ മട്ടുപ്പാവുകളിൽ പോലും ഇതിന് ലാഭകരമായി വളർത്താം. ഇത്തരത്തിൽ ഓർക്കിഡ് കൃഷിയെ മികച്ച സ്വയം തൊഴിൽ സംരംഭമായി കൊണ്ടുപോകുന്ന വീട്ടമ്മയാണ് തിരുവനന്തപുരം കുമാരപുരത്തുള്ള ലിസി ജോസഫ്. ഓർക്കിഡ് പൂക്കൾ വർണ്ണരാജി വിരിയിക്കുന്ന ഈ മട്ടുപ്പാവ് ലിസിയുടെ വീടിനെ നഗരത്തിലെ കോൺക്രീറ്റ് വനത്തിൽ വേറിട്ട ഒന്നാക്കി മാറ്റുന്നു. 1500 ചതുരശ്ര അടി വിസ്തീർണമുള്ള മട്ടുപ്പാവിലെ തണൽ വലയ്ക്ക് കീഴിൽ 6000-ഓളം ഓർക്കിഡ് സസ്യങ്ങളെയാണ് ഈ വീട്ടമ്മ പരിപാലിക്കുന്നത്. 1992-ൽ നേരം പോക്കായി തുടങ്ങിയ ഈ സംരംഭം ഇന്ന് മികച്ച വരുമാന മാർഗമായി കഴിഞ്ഞു. ഈ സാധാരണ ഈ ഓർക്കിഡിലെ വീട്ടമ്മമാരൊക്കെ ചെറിയ ഹോബിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വളരെ വിപുലമായ തോതിൽ ഓർക്കിഡ് ചെയ്യുന്നതിന് അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാനും ആദ്യം ചെറിയ തോതിലാണ് ചെയ്തു തുടങ്ങിയത്. പല വെറൈറ്റീസ് കളക്ഷനായി വന്നു. ഈ വെറൈറ്റി കളക്ഷൻ വന്ന് ചെടി ഒത്തിരി കൂടിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ആ എക്സ്ചേഞ്ച് ചെയ്ത് പിന്നെ ഇല്ലാത്ത വെറൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിച്ചു. അങ്ങനെയാണ് ആ ഒരു സെയിൽ രീതി തുടങ്ങിയത് തന്നെ. പിന്നെ ഇവിടെ ഓരോ സംഘടനകളൊക്കെ ഉണ്ട്, അതിനകത്തൊക്കെ ഇൻവോൾവായി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ചെടിയെക്കുറിച്ച് അറിയാൻ പറ്റി. അപ്പോൾ പിന്നെ വാണിജ്യമായിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. ചെടി കൂടി കഴിഞ്ഞപ്പോൾ ഫസ്റ്റിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളുടെ ചർച്ചിൽ തന്നെയാണ് ഒരു സെയിൽ ഇടുകയത്. അപ്പോൾ ആ ഒരു സെയിൽസ് നല്ലൊരു പ്രൊമോഷനായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു പബ്ലിസിറ്റി ആയിരുന്നു അത്. പിന്നെ ആൾക്കാർ അന്വേഷിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ അത് സെയിൽ കൊമേഴ്സ്യലായിട്ട് അങ്ങനെ. പരിമിതമായ ഇനങ്ങളുമായിട്ടായിരുന്നു ലിസിയുടെ ഓർക്കിഡ് കൃഷിയുടെ ആരംഭം. എന്നാൽ വാണിജ്യ കൃഷിക്ക് ഇനങ്ങളുടെ വൈവിധ്യം ഒരു പ്രധാന ഘടകമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇനങ്ങൾ പലയിടത്തു നിന്നായി ശേഖരിച്ചു. ഫെലനോപ്സിസ്, വാൻഡ, ഡെൻഡ്രോബിയം, കാറ്റ്ലിയ, പാപ്പിയോഫിഡിലം, ബൾബോഫില്ലം തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട നിരവധി ഇനങ്ങളാണ് ഇന്ന് ഈ മട്ടുപ്പാവിലുള്ളത്. നമുക്കിവിടെ ഇമ്പോർട്ടേഴ്സ് ഉണ്ട്. ഞാൻ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യില്ല, ഇമ്പോർട്ടേഴ്സ് ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു വിടും, എനിക്ക് ഇന്ന വെറൈറ്റീസ് വേണം.
അല്ലെങ്കിൽ അവർ വരുമ്പോൾ പറയും നമുക്ക് ഇന്ന ഐറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ അവർ പുതിയ പുതിയ വെറൈറ്റീസ് വരുമ്പോൾ നമ്മൾ ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങിക്കും. അങ്ങനെയാണ്. ഏതാണ്ട് ഒരു 30ഓളം ഇനങ്ങളുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നല്. അപ്പോൾ അതിൽ നമുക്ക് വാണിജ്യമായിട്ട് ഏറ്റവും ഡിമാൻഡുള്ള ഇനങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ഡിമാൻഡിങ്ങുള്ള ഡെൻഡ്രോബിയം തന്നെയാണ്. ഡെൻഡ്രോബിയാണ്, പിന്നെ വോൺസീഡിയമാണ്, പിന്നെയുള്ള മുക്കാറയായി. പിന്നെ കാറ്റിലി മുക്കാറ എനിക്ക് അധികം ഇല്ല. അത് ഫ്ലവർ ആവശ്യമായ കാരണം ഞാൻ കുറച്ചൊക്കെ വളർത്തുന്നു. പിന്നെ ഫ്ലവർ എടുക്കുകയാണ്, കാരണം സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. കാറ്റ്ലിയ, ഫെലനോപ്സിസ് ഇതൊക്കെ നന്നായിട്ട് പോകുന്നതാണ്. ഡെൻഡ്രോബിയം ജനസിൽപ്പെട്ട ഓർക്കിഡുകളാണ് ലിസി കൂടുതലായി വളർത്തുന്നത്. 1200ഓളം ജീവജാതികൾ ഉൾപ്പെടുന്ന വലിയ ജനുസാണ് ഡെൻഡ്രോബിയം. മറ്റു മരങ്ങളിൽ പറ്റിപ്പിടിച്ചു വളരുന്ന പരാന്നഭോജി അല്ലാത്ത എപ്പിഫൈറ്റ് വിഭാഗത്തിൽപ്പെട്ട ഡെൻഡ്രോബിയത്തിന്റെ പുഷ്പങ്ങൾ നിറത്തിലും ആകൃതിയിലും നല്ല വൈവിധ്യം പുലർത്തുന്നു. വിപണിയിലും പ്രിയമേറെയാണ്. മട്ടുപ്പാവിൽ ഓർക്കിഡ് വളർത്തുമ്പോൾ സുഷിരമുള്ളതും തൂക്കിയിടാവുന്നതുമായ ഓർക്കിഡ് ചട്ടികൾ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം. വേരുകൾക്ക് വായുസഞ്ചാരവും പോഷകത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യതയും ഉറപ്പാക്കും വിധത്തിലുള്ള മിശ്രിതം ചട്ടികളിൽ നിറച്ച ശേഷം നടുന്നു. സെയിൽ പർപ്പസ് കൊണ്ട് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ചട്ടിയിൽ നട്ടിരിക്കുന്നതാണ്. അതിനകത്ത് നമ്മൾ മീഡിയം ഒരു വുഡ് കെട്ടി വയ്ക്കാം. ആക്ച്വലി ഇതൊരു വുഡിൽ വളർന്ന ഒരു ഐറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. വെറുതെ അത് എടുത്ത് വുഡ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വേരോട് സഹിതം വരുന്ന വുഡ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടായിക്കോളും. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറഞ്ഞാൽ കോല്, കരി, തൊണ്ടിൻ്റെ പീസുകൾ, ഓടും കഷ്ണം. അപ്പോൾ ഓടെന്ന് പറയുമ്പോൾ ഓട് തന്നെ വേണമെന്നില്ല, പഴയ പൊട്ടി ചട്ടിയാണ്. അത് നീറ്റായിട്ട് കഴുകിയെടുക്കണം. പഴയതാണെങ്കിൽ കഴുകി നീറ്റായിട്ട് എടുക്കും. പ്രത്യേകിച്ച് ഇൻഡോഫില്ലിൽ കഴുകിയെടുക്കണം. അതൊരു ഫംഗിസൈഡാണ്. കാരണം നമ്മളിപ്പോൾ പറമ്പിൽ നിന്നൊക്കെ എടുക്കുന്നതിനകത്ത് ഫംഗസൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് നീറ്റായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ എടുക്കുന്ന മീഡിയം മാത്രമല്ല, ഉപയോഗിക്കുന്ന പോട്ട് വരെ കഴുകിയെടുക്കണം. അതാണ് കഴുകി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നടുന്നത്. തൊണ്ട് കുറച്ച് മതി, നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കുറച്ച് തൊണ്ട് മതി. മാത്രമല്ല ഈ നട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വേര് ഒന്നും അതിൻ്റെ അടി പോകരുത്. കടഭാഗമില്ലേ, അത് വേരും കടയും എല്ലാം കൂടെ കൂടി ഈ മീഡിയത്തിൻ്റെ അടി പോകാൻ പാടില്ല. വേര് പൊട്ടി പൊളിക്കുന്ന ആ ടോപ്പ് ഭാഗം, പിന്നെ ആ ഭാഗം വെയിൽ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ നടാൻ. അല്ലാന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോവും. ഈ മറ്റേ ഏറ് കയറാതെ ഇരുന്ന് ചീഞ്ഞു പോവും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്. ആദ്യം നടുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല ആൾക്കാരും. വേനലിലുള്ള നനയും പൂവിടൽ ത്വരിതപ്പെടുത്തും വിധമുള്ള വളപ്രയോഗവും ഓർക്കിഡ് പരിപാലനത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കടുത്ത വെയിലിൽ നിന്ന് തണൽ വല ഉപയോഗിച്ച് സംരക്ഷണവും നൽകണം. നെറ്റ് ഡെൻഡ്രോബിയം ഈ ഓർക്കിഡ് പല വെറൈറ്റിയാണ്, പല രീതിയിലുള്ള നെറ്റാണ് വേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ 25-ൻ്റെ ഉണ്ട്, 50% ഉണ്ട്. ആ 25 വരെ ഇപ്പോൾ 35 കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ 2 ഇനം നെറ്റാണ് എനിക്ക് ഇവിടെ ഉള്ളത്. ഡെൻഡ്രോബിയത്തിന് 25-ൻ്റെ ഡെൻഡ്രോബിയത്തിന് ഏറ്റവും ഇച്ചിരി വെയിൽ ചൂട് കിട്ടേണ്ടതിനാണ് 25 മതി. അത് കൂടെ തന്നെ ഫെലനോസിസ് വേണ്ടത് ഞാൻ ഷെയ്ഡ് കൂടുതൽ വേണം. ഫെലനോസിസ് ഷെയ്ഡ് കൂടുതൽ വേണം, അതുകൊണ്ട് അതിന് 50% നെറ്റ് വേണം. അതല്ലെങ്കിൽ നമ്മൾ തണലത്തിടുക, അതേ ഉള്ളൂ വേണ്ടത്. പിന്നെ കാറ്റിലേക്ക് ഈ പറഞ്ഞ മാതിരി അതും ഡെൻഡ്രോബിയത്തിൻ്റെ ഇത് മതി, 35 മതി. മുക്കാറ ഐറ്റംസൊക്കെ ആണെങ്കിൽ, അതേപോലെ നിൽക്കുന്ന മുക്കാറ ഇതൊക്കെ അതൊക്കെ ഐറ്റംസൊക്കെ ആണെങ്കിൽ വെയിലത്ത് തന്നെ വേണം, അതിന് നെറ്റേ വേണ്ട. മുക്കാറ, അഞ്ഞൂറാൻ, റണ്ണാന്തറ ഇങ്ങനെയുള്ള ഐറ്റത്തിനൊന്നും വെയിലിൻ്റെ ആവശ്യമില്ല. കാൽ നൂറ്റാണ്ടോളം നീളുന്ന കൃഷി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പല ചെയ്തറിവുകളും ലിസി ഓർക്കിഡ് കൃഷിയിൽ വികസിപ്പിച്ചിട്ടുണ്ട്. മീൻ കഴുകിയ വെള്ളം മുതൽ ചാണകത്തിന്റെയും പിണ്ണാക്കിന്റെയും മിശ്രിതം വരെ ഓർക്കിഡ് ചെടികൾക്ക് പഥ്യമാണെന്നാണ് ലിസിയുടെ അനുഭവം. ഫിഷ് അമിനോ അഥവാ മത്സ്യവളവും മെച്ചമാണ്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ വാങ്ങിക്കുന്ന നത്തോലി, മത്തി ഇതിൻ്റെയൊക്കെ തലയും
വാലും നുള്ളി വേസ്റ്റ് വരുന്ന സാധനം എല്ലാം കൂടെ കൂടി ഒരു അടപ്പുള്ള ഒരു ബക്കറ്റിലോ അതിൽ അടച്ച് വെച്ച് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണത്. കാരണം വലിയ ഒത്തിരി മേടിച്ച് വേണം, വീട്ടിൽ ഇത് സ്ഥിരം ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കൂടി ഒരു ബക്കറ്റിൽ അതിനകത്ത് 1:1, ഇപ്പോൾ ഏകദേശം 1 കിലോ ഉണ്ടെങ്കിൽ 1 കിലോ ശർക്കര എന്ന രീതിയിൽ ഇട്ട് അടച്ച് വയ്ക്കുക. ഒരു 25 ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ചെയ്യുന്നതിൽ കുറുകിരി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടതിന് 1:10 എന്ന അനുപാതത്തിൽ 10 ലിറ്റർ വെള്ളം നേർപ്പിച്ച് വേണം സ്പ്രേ ചെയ്യാൻ. ഗോമൂത്രം നല്ലതെന്ന് ഞാൻ പറയാമായിരുന്നല്ലോ. പിന്നെ ഇത് നല്ല ഗ്രോത്ത് വന്ന് ഫ്ലവർ ചെയ്യാൻ നല്ല സാധനമാണ് ബയോഗ്യാസിൻ്റെ സ്ലറി. ബയോഗ്യാസ് ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ സ്ലറി എടുത്ത് അതും എല്ലാം നേർപ്പിച്ചേ കൊടുക്കാവുള്ളൂ. ഓർക്കിഡിന് കൊടുക്കുമ്പം എല്ലാം ലൈറ്റായിട്ടേ കൊടുക്കാവുള്ളൂ. അതൊരു 8 ഇരട്ടി വെള്ളം 8 ഇരട്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഗോമൂത്രം കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളാം, അങ്ങനെ ഡയറക്റ്റ് കൊടുക്കരുത്, 10 ഇരട്ടി വെള്ളം ചേർത്തേ കൊടുക്കാവുള്ളൂ. രോഗകീടബാധ ഓർക്കിഡിന് ഭീഷണി ഉയർത്തുന്നുണ്ട്. കുമിൾ രോഗബാധയും ഒച്ചുപോലുള്ള ചില കീടങ്ങളും സസ്യങ്ങൾ നശിക്കാൻ കാരണമാകുന്നു. ശ്രദ്ധയോടെയുള്ള നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ നടപടികളും അനുവർത്തിച്ചാലേ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാനാവുകയുള്ളൂ. ഓർക്കിഡ് കൃഷിയിൽ വിപണന തന്ത്രവും പ്രധാനമാണ്. ലിസി തന്റെ വിൽപ്പനശാല വഴിയാണ് പൂക്കൾ പ്രധാനമായും വിറ്റഴിക്കുന്നത്. ഇവിടെ 6000 ചെടികളുണ്ട്. അതിന്റെ വിളവിന്റെ ഒരു തോത് എത്രത്തോളം? ഞാൻ ഡെൻഡ്രോബിയത്തിൽ നിന്നാണ് എനിക്ക് കൂടുതൽ വിളവ് കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നു ഡെൻഡ്രോബിയം പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നതാണ്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. മുക്കാറയൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഫ്രീക്വൻ്റ്ലി ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീക്വൻ്റ്ലി വന്നുകൊണ്ടിരിക്കും. ഫ്ലവർ എടുക്കുന്നത് എൻ്റെ ആവശ്യത്തിന് മാത്രമേ ആയിരിക്കും, ഞാൻ പുറത്ത് കൊടുക്കുന്നില്ല. എനിക്ക് ഫ്ലവർ ആവശ്യമാണ് ബൊക്കെ ഉണ്ടാക്കാനൊക്കെ. അപ്പം ഞാൻ ചിലപ്പോൾ 2, 3, 4 ബൊക്കെ ഉണ്ടാക്കാണ്ട് ഫ്ലവർ എനിക്ക് കിട്ടും. എല്ലാ ദിവസവും കിട്ടുന്നില്ല, ആഴ്ചയിൽ 3, 4 ബൊക്കെ കിട്ടും. മെയിൻലി ഞാൻ കൊടുക്കുന്ന പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് സെയിൽ ആയതുകൊണ്ട് ഞാൻ ഫ്ലവർ അധികം കട്ട് ചെയ്യത്തില്ല, എൻ്റെ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ കട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നാലും 16,000 ചെടിയുള്ളതുകൊണ്ട് അതിനകത്ത് എപ്പോഴും തന്നെ ഒരു 100 ഫ്ലവേഴ്സ് എപ്പോഴും തന്നെ ഉണ്ടാവും. ഓർക്കിഡ് ബൊക്കെകളും ആവശ്യാനുസരണം ഉണ്ടാക്കി നൽകുന്നു. തൈകൾക്ക് നല്ല പ്രിയമുള്ളതിനാൽ അവയുടെ വിൽപ്പനയും വരുമാന മാർഗമാണ്. ലാഭകരമായ സംരംഭം എന്നതിനു പുറമെ ആരോഗ്യത്തിനും ആനന്ദത്തിനുമുള്ള ഉപാധി കൂടിയാണ് ഈ വീട്ടമ്മയ്ക്ക് ഓർക്കിഡ് കൃഷി. ഭർത്താവും മക്കളും പോയി കഴിഞ്ഞാലുള്ള സമയം ഓർക്കിഡുകൾക്കൊപ്പം ചെലവഴിക്കാം. അതിലൂടെ കിട്ടുന്ന ശരീരവ്യായാമം ജീവിതശൈലി രോഗങ്ങൾക്ക് മറുമരുന്നാണ്. വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ സമയം അവർക്ക് കിട്ടില്ലേ, അവർക്കൊരു ആദായം ആക്കുകയും ചെയ്യാം. ഈ കൂടുതൽ ഓർക്കിഡിൻ്റെയും പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഡെൻഡ്രോബിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് അപ്പോൾ വളർന്ന് കഴിയുമ്പോഴത്തേക്കും കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റി വെച്ച് അവർക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അവർക്ക് കുറച്ചങ്ങ് ആയി കഴിയുമ്പോൾ അവർക്ക് സെയിൽ പർപ്പസിലേക്ക് ഇറങ്ങാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് അടുത്തുള്ള കുറേ വീട്ടമ്മമാരെല്ലാവരും ഒരുമിച്ച് ഇത് നടത്തുകയാണെങ്കിൽ ഒരു ഷോയൊക്കെ സംഘടിപ്പിക്കാം. അപ്പോൾ അവർക്കൊരു വരുമാനമായി, അവർക്കൊരു സെയിൽ, അവരുടെ ആ റെസിഡൻസിൽ തന്നെ ഒരു പബ്ലിസിറ്റി കൊടുത്താൽ മതി. അവർക്കൊരു നല്ലൊരു വരുമാന മാർഗ്ഗം. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയാണ്, എനിക്കൊരു വരുമാന മാർഗ്ഗം. ഞാനിപ്പോൾ എൻ്റെ ഒരു കാര്യത്തിനും ഹസ്ബൻഡിനെ ആശ്രയിക്കാറില്ല. എനിക്ക് എൻ്റെ ഡ്രസ്സ് മേടിക്കാൻ, ഈവൻ എനിക്കൊരു വണ്ടിക്കുള്ള പേയ്മെൻറ്റ് പോലും ഞാൻ തന്നെ അടച്ചു വിട്ടത്. ഒന്നിനു പോലും പുള്ളി ആശ്രയിക്കാറുന്നില്ല. പൂക്കളുടെ വർണ്ണപ്രപഞ്ചം പകരുന്ന അനുഭൂതിയാകട്ടെ മനസ്സിനെ ഉത്സാഹഭരിതമാക്കുന്നു. യാന്ത്രികമായ നഗരജീവിതത്തെ വർണ്ണാഭമാക്കുകയാണ് ഈ തോട്ടം. ഇപ്പം ഏറ്റവും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് ആണ്. സ്പീഷ്യസ് ഐറ്റംസ് അത് എല്ലാവരും തന്നെ വാങ്ങിച്ച കോസ്റ്റ്ലി ആയതുകൊണ്ടും എല്ലാവരും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. പക്ഷേ എനിക്ക് കുറേ കളക്ഷനുണ്ട് സ്പീഷ്യസ്. അതൊന്ന് ഡെവലപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കുറച്ചും കൂടെ സ്പീഷ്യസ് വരുത്തുക. ഞാൻ നെറ്റിൽ നോക്കിയിട്ടാണെങ്കിലും പുതിയ പുതിയ ഐറ്റംസ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇറക്കി തരാൻ അവരോട് പറയുക, അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരിച്ചാൽ കോസ്റ്റ്ലി ആവുന്നുള്ളൂ. എനിക്ക് ആ സ്പീഷ്യസ് ഐറ്റംസ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്താൽ കൊള്ളാമെന്നുണ്ട്.
മാത്രമല്ല പിന്നീട് എനിക്കൊരു ഷോപ്പുണ്ട് വേൾഡ് മാർക്കറ്റിൽ. ആ ഷോപ്പിൽ കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കി ഒരു സെയിൽ കൗണ്ടർ, അതായത് ഇപ്പോൾ ഓൾറെഡി സെയിൽ കൗണ്ടർ തന്നെയാണ്, ബട്ട് ഹോൾസെയിൽ കൗണ്ടർ പോലെ ഒന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ടിങ് മനസ്സിലുണ്ട്. അത് ഉടനെ ഉണ്ടാവില്ല, ഗ്രാജുവലി ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഏറ്റവും പഠിച്ച് അതിൻ്റെ സാധ്യതകളും എല്ലാം ഒരുവിധമൊക്കെ അറിയാം. എങ്കിലും ബാക്കി കുറച്ചും കൂടെ പഠിച്ചിട്ട് ഒരു ഇമ്പോർട്ടിങ് നടത്തണമെന്നൊരാഗ്രഹമുണ്ട്. ആഹാരം ശരീരത്തെ ഊട്ടുമ്പോൾ പൂക്കൾ മനസ്സിനെ പോഷിപ്പിക്കുമെന്ന വചനം ഇവിടെ സമൂർത്തമാവുകയാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തേനീച്ച വളർത്തലിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്, പോത്തു വളർത്തലിൽ പരിശീലനം, നായ്ക്കളുടെ പരിപാലനത്തിൽ പരിശീലനം. തേനീച്ച വളർത്തലിൽ റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കുന്നു. 2 ആഴ്ച ദൈർഘ്യമുള്ള കോഴ്സിന്റെ ആദ്യ ബാച്ച് മെയ് 6-ാം തീയതി ആരംഭിക്കും. റബ്ബർ തോട്ടങ്ങളിൽ നിന്നുള്ള അധിക വരുമാനത്തിനും താൽപര്യമുള്ളവർക്ക് തൊഴിൽ സംരംഭം എന്ന നിലയ്ക്കുമാണ് ഈ വിഷയത്തിൽ കോഴ്സ് സംഘടിപ്പിക്കുന്നത്. കോഴ്സ് ഫീസ് 1000 രൂപയാണ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഇനി പറയുന്ന ഇമെയിലിലേക്ക് നേരിട്ട് അപേക്ഷ അയയ്ക്കുക. ഇമെയിൽ ID training@rubberboard.org.in. ഫോൺ നമ്പർ 0481 2353168 0481 2353127. കേരള സംസ്ഥാന വിത്ത് വികസന അതോറിറ്റിയിൽ ഉമ, ജ്യോതി, കാഞ്ചന, ശ്രേയസ് തുടങ്ങിയ അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകളും പയർ, പച്ചമുളക്, വെള്ളരി, പാവൽ തുടങ്ങിയ പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നെൽവിത്തുകൾ കിലോയ്ക്ക് 40 രൂപ നിരക്കിൽ 30 കിലോ ചാക്കുകളിലായി ലഭിക്കുന്നതാണ്. വിത്തുകൾ ആവശ്യമുള്ളവർ അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. പോത്ത് വളർത്തൽ രംഗത്തേക്ക് കർഷകരെ ആകർഷിക്കുന്നതിനും പോത്തിറച്ചി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മിൽമ ട്രെയിനിംഗ് സെന്റർ 3 ദിവസം ദൈർഘ്യമുള്ള പരിശീലന പരിപാടി മെയ് 9 മുതൽ 11 വരെ തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ ട്രെയിനിംഗ് സെന്ററിൽ നടത്തും. പരിശീലന ഫീസ്, താമസം, ഭക്ഷണം, ക്ലാസുകൾ, പഠന സാമഗ്രികൾ, ഫാം സന്ദർശനം എന്നിവ ഉൾപ്പെടുത്തും. ഈ ബാച്ചിൽ 15 പേർക്കാണ് പരിശീലനം. താൽപര്യമുള്ളവർ മെയ് 7-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 0487 2695869. കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ പച്ചക്കറി തൈകൾ തൈ ഒന്നിന് 5 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട്. കൂടാതെ വെർമി കമ്പോസ്റ്റ്, ട്രോക്കോഡെർമ, വേപ്പെണ്ണ, എമൽഷൻ, നന്മ, മേന്മ എന്നീ ജൈവ കീടനാശിനികളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474 2663599.
മൃഗസംരക്ഷണ മേഖലയിൽ സംരംഭകർക്ക് മാനസിക ഉല്ലാസത്തിനും വരുമാന മാർഗം കണ്ടെത്തുന്നതിനുമായി നായ്ക്കളുടെ പ്രജനനവും പരിപാലനവും എന്ന വിഷയത്തിൽ 4 ദിവസത്തെ പരിശീലന പരിപാടി ജൂൺ 13 മുതൽ 16 വരെ തിരുവനന്തപുരം വെൺപാലവട്ടത്തുള്ള സമേതിയിൽ വെച്ച് നടത്തും. പ്രസ്തുത പരിശീലനത്തിന് 6000 രൂപയാണ് ഫീസ്. താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471-2740440, മൊബൈൽ നമ്പർ 9447232748, ഇമെയിൽ വിലാസം ഡയറക്ടർ സമേതി kerala@gmail.com. മൃഗസംരക്ഷണ വകുപ്പ് താറാവ് വളർത്തൽ പ്രോത്സാഹിപ്പിക്കാൻ കർഷകർക്ക് ആനുകൂല്യം നൽകുന്നു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലെ താറാവ് കർഷകർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 400 താറാവുകൾ അടങ്ങുന്ന ഒരു യൂണിറ്റിന് 5000 രൂപ സബ്സിഡി ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർമാരുമായി ബന്ധപ്പെടുക. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8300 രൂപ, കോഴിക്കോട് 8700 രൂപ, തൃശൂർ 8150 രൂപ. കൊപ്ര കൊച്ചി 5660 രൂപ, കോഴിക്കോട് 5600 രൂപ, തൃശൂർ 5685 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71500 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ സേലം 10200 രൂപ, മഞ്ഞൾ ഈറോഡ് 10900 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13500 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13300 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13500 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 8300 രൂപ, കൊപ്ര 5660 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2000 രൂപ, പിണ്ണാക്ക് റോട്ടറി 2300 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 68500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71500 രൂപ. ചുക്ക് മീഡിയം 16500 രൂപ, ചുക്ക് ബെസ്റ്റ് 18000 രൂപ. മഞ്ഞൾ നാടൻ 12000 രൂപ, അടയ്ക്ക പുതിയത് 17000-നും 18200-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 170-നും 200-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 350-നും 390-നും മധ്യേ. ജാതിപത്രി കിലോഗ്രാമിന് 500-നും 900-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 13200 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 13500 രൂപ. ഒട്ടുപാൽ 9300 രൂപ, ലാറ്റക്സ് 10000 രൂപ. കമ്പോള അവലോകനം. ടയർ വ്യവസായികളിൽ നിന്നുള്ള ശക്തമായ ഡിമാൻഡ് മുഖ്യ വിപണികളിൽ ഷീറ്റ് വില വീണ്ടും ഉയർത്തി. ഷീറ്റിന്റെ ലഭ്യത കുറഞ്ഞതിനാൽ ടയർ കമ്പനികൾ കൊട്ടേഷൻ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഉത്സാഹിച്ചു. കൊച്ചി, കോട്ടയം വിപണികളിൽ 4ാം ഗ്രേഡ് കിലോയ്ക്ക് 135 രൂപയിലെത്തി. ലാറ്റക്സ് വില കിലോയ്ക്ക് 100 രൂപയായി. ഈ വർഷം വിപണിയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നാളികേര ഉൽപ്പന്നങ്ങളുടെ ഉണർവ് കണ്ട് ഗ്രാമീണ മേഖല ചെറുകിട വിപണികളിലേക്കുള്ള പച്ചത്തേങ്ങ നീക്കം നിയന്ത്രിച്ചത് വെളിച്ചെണ്ണയ്ക്ക് നേട്ടമായി. എന്നാൽ വില ഉയർത്തി കാര്യമായി കൊപ്ര സംഭരിക്കാൻ മില്ലുകാർ തയ്യാറായില്ല. കുരുമുളക് കർഷകരും സ്റ്റോക്കിസ്റ്റുകളും ഓഫ് സീസണിലെ വൻ വിലയെ ഉറ്റുനോക്കുന്നു. ടെർമിനൽ മാർക്കറ്റിൽ നിന്ന് ഉൽപാദകർ അകന്നെങ്കിലും ഉൽപ്പന്ന വിലയിൽ കാര്യമായ പുരോഗതി ഇടപാടുകളുടെ ആദ്യ പകുതിയിൽ ദൃശ്യമായില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 37.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.8 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 38.2, 29. കൊച്ചി 35, 27.8. ആലപ്പുഴ 35.6, 28.4. പുനലൂർ 36.6, 24.5. തിരുവനന്തപുരം 35, കുറഞ്ഞ താപനില 27.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.